നിങ്ങളെല്ലാവരും യൂട്യൂബ് കാണുന്ന ആൾക്കാരാണ്. നമ്മളെന്തിനാണ് യൂട്യൂബിൽ വീഡിയോസ് കാണുന്നത്? നമുക്ക് എൻജോയ്മെൻ്റൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നത്. എന്നാൽ പല ആളുകളും പറയുന്ന ഒരു പരാതിയാണ്, അല്ലെങ്കിൽ ഒരു പരിഭവമാണ്, ഈ വീഡിയോയിൽ ഒട്ടും ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി ഈ വീഡിയോയിൽ കുറവാണ്. അത് ഈ ക്വാളിറ്റി വീഡിയോയിൽ കുറവാൻ വേണ്ടിയിട്ടുള്ള 2 റീസണാണ്. ഒന്നല്ലെങ്കിൽ അവർ എടുത്ത ക്വാളിറ്റി ഇതായിരിക്കും, അവർ എടുത്തത് അങ്ങനെ ആയിരിക്കും. 2 നമ്മളെ യൂട്യൂബ് തന്നെ ആ വീഡിയോ ക്വാളിറ്റി കുറയ്ക്കുന്നതാണ്, അതിനകത്തുള്ള രീതിയിൽ കുറയ്ക്കുന്നതാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ അത് കൂട്ടാനും സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനി പ്ലേ ആവണ വീഡിയോയിൽ നമ്മളെ ഇഷ്ടത്തിനുള്ള ക്വാളിറ്റി ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്ലേ ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്വാളിറ്റി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അത്തരത്തിൽ മങ്ങിയിരിക്കുന്ന വീഡിയോയെ നമുക്ക് ക്വാളിറ്റി ആക്കി മാറ്റേണ്ടത് എന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ യൂട്യൂബ് തന്നെ ഓപ്പൺ ചെയ്യാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സൗണ്ട് ഞാൻ ശകലം മ്യൂട്ട് ചെയ്യാണ്. ശേഷം ഞാൻ എൻ്റെ ഒരു വീഡിയോ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും തന്നെ ക്വാളിറ്റി ഇല്ല. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെറുതെ ചെയ്തതാണ്. ഇത് ശരിക്കും ഇങ്ങനെ അല്ല ഈ വീഡിയോ എടുത്തിട്ടുള്ളത്, വളരെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത്. ചില വീഡിയോസൊക്കെ നമുക്ക് ഇങ്ങനെ ആണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് പ്ലേ ആയിക്കൊണ്ടിരുന്നതാണ്, അതിനെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ചില വീഡിയോസൊക്കെ ഇങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒട്ടും തന്നെ ക്വാളിറ്റി ഇല്ല. നമുക്ക് അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ആണെങ്കിൽ നമുക്ക് ക്വാളിറ്റി ആക്കാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞ് അതിനായിട്ട് എല്ലാ വീഡിയോയുടെ മുകളിലും ഈ സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നം കാണാൻ സാധിക്കുന്നതാണ്. ശേഷം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്വാളിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ആട്ടോ റിമൈൻഡർ, അത് യൂട്യൂബിൻ്റെ തന്നെ ഒരു ക്വാളിറ്റി ഇതാണ് ആട്ടോ റിമൈൻഡർ എന്ന് പറയുന്നത്. യൂട്യൂബിൻ്റെ തന്നെ ഒരു ക്വാളിറ്റി ഡിഫാൾട്ടായിട്ടുള്ള ക്വാളിറ്റി സെറ്റിങ്സ് ആണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ഇനി ഇതിൽ നിന്ന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് ഉടനെ തന്നെ മാറണമെന്നില്ല, 2-3 മിനിറ്റൊക്കെ എടുക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഹൈ പിക്ചർ ക്വാളിറ്റി ഞാൻ കൊടുക്കുകയാണ്. ഹൈ പിക്ചർ ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നെറ്റുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്തവർക്കാണെങ്കിൽ ഹൈ പിക്ചർ ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നെറ്റ് പെട്ടെന്ന് തീരാനുള്ള ചാൻസ് ഉണ്ട്. വൈഫൈ ഒക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇല്ലാത്തവർക്കാണ് പ്രശ്നം. ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന സെറ്റിങ്സ് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ നല്ല കുറച്ചുകൂടെ ക്വാളിറ്റി വന്നിട്ടുണ്ട്. ഇനി വേറെ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയൊക്കെ ചെയ്യാവുന്നതാണ്. ഡാറ്റ സേവർ ഉണ്ട്, ഇവിടെ അഡ്വാൻസ്ഡ് ഉണ്ട്. ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡിൽ ഞാൻ ലാസ്റ്റ് വെച്ചതാണ് തീരെ ക്വാളിറ്റി ഇല്ലാത്തത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഇനി നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് യൂട്യൂബിൻ്റെ മാക്സിമം ക്വാളിറ്റി. കൊടുത്ത ഉടനെ വരത്തില്ല, കുറച്ച് കഴിഞ്ഞ് ആയിരിക്കും വന്നത്. ഇനി നമുക്ക് വേണ്ട ക്വാളിറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ തന്നെ ഡിഫാൾട്ടായിട്ടുള്ള സെറ്റിങ്സിൽ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ. ഇനി യൂട്യൂബിൽ തന്നെ നമുക്കിങ്ങനെ ഓരോ നമ്മൾ HD ക്വാളിറ്റി വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഓരോ വീഡിയോകളും ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വരുമല്ലോ. ഇങ്ങനെ നമുക്ക് ഇനി ചെയ്യേണ്ടി വരില്ല. യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വീഡിയോ നമ്മളെടുത്താലും ഹൈ ക്വാളിറ്റിയിൽ പ്ലേ ആവുന്നതാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മൊബൈൽ ഫോണിൽ നെറ്റ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ ഡാറ്റയൊക്കെ തീരും. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലാതെ പ്രശ്നം ഒന്നും ഇല്ല. അപ്പോൾ ഇനി അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഇവിടെ പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക.
ശേഷം ഇവിടെ ആറ്റോ റിമൈൻഡർ, അതായത് യൂട്യൂബിൻ്റെ തന്നെ ഡിഫാൾട്ടായിട്ടുള്ള ഒരു സെറ്റിങ്സിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹൈ പിക്ചർ ക്വാളിറ്റി കൊടുക്കാം. ഹൈ പിക്ചർ ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് വീഡിയോ തന്നെ എടുത്താലും ഈ ഹൈ പിക്ചർ ക്വാളിറ്റിയിലായിരിക്കും അത് പ്ലേ ആവുന്നത്. ഇതുകൊണ്ടുള്ള ഗുണമുണ്ട്. ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറാണ്. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാറ്റ തീരുന്നതാണ്. അപ്പോൾ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ യൂട്യൂബിൻ്റെ ഡിഫാൾട്ടായിട്ടുള്ള സെറ്റിങ്സ് തന്നെയാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈ പിക്ചർ ക്വാളിറ്റിയിൽ കൊടുക്കുക. എന്നാൽ നിങ്ങൾ ഏത് വീഡിയോ പ്ലേ ചെയ്താലും ഈ പിക്ചർ ക്വാളിറ്റിയിലായിരിക്കും പ്ലേ ആവുന്നത്. വൈഫൈ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ പേടിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ തന്നെ ഡിഫാൾട്ടായിട്ടുള്ള സെറ്റിങ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തീരെ ക്ലിയർ ഇല്ലാത്ത വീഡിയോകൾ ക്ലിയർ ആക്കാൻ സാധിക്കുന്നത്. ഓരോ നിങ്ങൾ HD വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന സെറ്റിങ്സൊക്കെ നിങ്ങൾ ചെയ്ത് വെക്കാൻ രണ്ടാമത് പറഞ്ഞ സെറ്റിങ്സ് ചെയ്ത് വയ്ക്കാനാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ഏത് വീഡിയോ ക്ലിക്ക് ചെയ്താലും ഹൈ പിക്ചർ ക്വാളിറ്റിയിലായിരിക്കും പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഉപകാരമാണ്. പിന്നെ നിങ്ങളെ നെറ്റ് തീരുവന്നേ ഉള്ളൂ. വൈഫൈ ഒക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, വൈഫൈ ഇല്ലാത്തവർക്കാണ് പ്രശ്നം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളെ പ്രശ്നം. ഇത് നിങ്ങളായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യേണ്ട പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഈ സെറ്റിങ്സുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണം ഇത് ചെയ്ത് വെക്കാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാതരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾക്ക് ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് ഓപ്ഷങ്ങൾക്ക്. ഇതിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണാം. അതുവരെയും